So the next segment of award is Best Actor in a Supporting Role Female. To announce the winner, let me call upon Sushant and Kirti Shetty. Hi everyone, good to see you all. Hope you all are doing well. We request you to kindly announce the winner. Gauri Nanda, Ayappanam Koshyam. Congratulations Gauri Nanda. Ayappanam Koshiyam എന്ന സിനിമയ്ക്കാണ് ഗൗരി നന്ദ ഈ പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. അയ്യോ, അപ്പൊ നിങ്ങൾ അടിയില്ലേ ഇപ്പോ? നിങ്ങൾ കെട്ടിയിട്ട് പിടിക്കുന്നത്. ഇത് കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ളൊരു അവാർഡ്സാണ്. കാരണം ഇത് എൻ്റെ കയ്യിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ റീസൺ എൻ്റെ ഡയറക്ടർ സച്ചേട്ടനാണ്. സോ അദ്ദേഹത്തിൻ്റെ മുമ്പിലിരുന്ന് ഇതിങ്ങനെ വാങ്ങണം എന്നാണ് ഞാൻ ആക്ച്വലി ആഗ്രഹിച്ചിരുന്നത്. താങ്ക് യു സച്ചേട്ടാ. ഇതിങ്ങനെ എൻ്റെ കയ്യിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എക്സ്പെഷ്യലി താങ്ക് യു രാജു ഏട്ടാ. കാരണം അയ്യപ്പനും കോശിയിലെ ക്യാരക്ടർ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, രാജുവിൻ്റെ മുഖത്ത് നോക്കി ഇത്ര ബോൾഡായിട്ട് എങ്ങനെ പറയാൻ സാധിച്ചു ആ ഡയലോഗ് എന്ന്. ഇപ്പം എനിക്ക് പറയാൻ പറ്റും, ഒരു ആക്ടറിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് ഓപ്പോസിറ്റ് ഒരു ആക്ടർ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ആർക്കും എന്തും ചെയ്യാൻ പറ്റും. കാരണം താങ്ക് യു രാജു ഏട്ടാ. കാരണം അത്ര സപ്പോർട്ടായിരുന്നു ആ ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത്. എനിക്ക് എന്ത് അവാർഡ് കിട്ടുന്നോ അന്നേ ഒരു ഫങ്ഷന് നിൽക്കുള്ളൂ എന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അത് അയ്യപ്പനും കോശിയും എന്ന സിനിമയിലെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് സാധിച്ചു. അതിനേറ്റവും റീസൺ സച്ചേട്ടൻ തന്നെയാണ്. സോ ഈ ഒരു അവാർഡ് ഞാൻ എൻ്റെ ഗുരുവായിട്ട് കാണുന്ന സച്ചേട്ടന് തന്നെയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സൈമ 2021 ബെസ്റ്റ് ആക്ടർ ഇൻ എ സപ്പോർട്ടിംഗ് റോൾ മെയിൽ ആണ്. ഇത് അനൗൺസ് ചെയ്യാനായിട്ട് ഐ ഇൻവൈറ്റ് സ്വപ്ന കുമാർ, ഡയറക്ടർ ഓഫ് ഹോണ ഹോംസ്, ആൻഡ് ഓൾസോ ഷാൻവി ശ്രീവാസ്തവ് ഓൺ ടു ദ സ്റ്റേജ്. Kindly announce the winner. And the winner is Jojo George Halal Love Story. Congratulations Jojo Chetta. എന്താണ് ഈ ഒരു അവാർഡ് കിട്ടുമ്പോൾ ഈ ഒരു ടൈമിൽ പറയാനുള്ളത്? This is for Halal Love Story. Thank you, my director Sakariya, and all the crew. And thank you. Thanks. So the next segment of award, Best Actor in a Negative Role. Winner ആരാണ് എന്ന് അനൗൺസ് ചെയ്യുന്നതിനായി let me invite Devraj and Shamna Kasim to the floor. We request you to kindly announce the winner. Best Actor in Negative Role, Malayalam goes to Sharifuddin, Anjam Pathu. അഞ്ചാം പാതിരയ്ക്ക് ഈ അവാർഡ് കിട്ടിയതിന് ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ മിഥുന്, കുഞ്ചാക്കോ ബോബൻ, പിന്നെ ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫർ ഷൈജു ഖാലിദ്, പ്രൊഡ്യൂസർ ആഷിഖ് ഉസ്മാൻ, മ്യൂസിക് ഡയറക്ടർ സുഷിൻ ശ്യാം, എഡിറ്റർ സൈജു ശ്രീധരൻ, പിന്നെ ഇതിൻ്റെ എല്ലാ കാസ്റ്റും ക്രൂ, ഉണ്ണിമാങ്കോ, എല്ലാവർക്കും താങ്ക് യു. Moving on to the next segment of award, Best Actor in a Comedy Role. To announce the winner, let me call upon Purnima Bhagiraj and Sai Kumar to the floor. See, I have been doing a lot of sentimental roles and all that, and it's easy to cry. You just have to apply glycerine and feel and you can cry. But performing in a comedy role is so difficult, making everybody laugh just by your actions and the way you speak your dialogues is so difficult. So I really appreciate all the people who try to play a comic role or play as a comedian. Congratulations. Could you please announce the winner? Saima 2020 for Best Actor in Comedy Role Malayalam goes to Johnny Anthony. Varane Avishamundu.
ഇതാരെങ്കിലും ഫോട്ടോ എടുത്തോ? എടുത്തോ, ഒരു ഫോട്ടോ എടുക്കും. ഫോട്ടോ തീർച്ചയായിട്ടും ഒരാളൊരു ഫോട്ടോ എടുത്തു കൊടുക്കും, അദ്ദേഹത്തിന് ഒരു ഫോട്ടോ, ആ ഒരു മൊമെന്റ്. ഞാൻ മലയാളത്തിൽ പറയാം. മൈ ഇംഗ്ലീഷ് ഇസ് നോട്ട് ഗുഡ്. അതെ, മലയാളം മതി. ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ കണ്ടതാ. ഒത്തിരി സന്തോഷം. അതുപോലെ സായികുമാർ സാറിൻ്റെ ഒരുപാട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സായി രവി സാറിനെ എനിക്കറിയാം. എൻ്റെ പടത്തിൽ ആശീർവാദ ഡബ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്നെ അറിയോ? കുഴപ്പമില്ല, പറയാമല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ല. എനിക്ക് ഈ പൊട്ടലിൽ ലോട്ടറി അടിച്ച പോലെ. കാരണം പണ്ട് ഈ അവാർഡൊക്കെ കാണുമ്പോൾ എന്തെങ്കിലും ഈ അവാർഡ് മേടെ കയറാൻ പറ്റുമെന്നൊക്കെ ഞാൻ ഓർത്തിട്ടുണ്ട്. എനിക്ക് ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർക്ക് അവാർഡ് കിട്ടും, സി.ഡി. മൂസയ്ക്ക്. പിന്നീട് ഈ അവാർഡ് മക്കൾ പറയായിരുന്നു, മക്കളെ എന്നോട് പറയാം, പെമ്മക്കളാണ്, 2 പെമ്മക്കളാക്കി. അപ്പോൾ അവർ പറയും, അപ്പാ അല്ലു അർജുൻ സാർക്ക് എല്ലാവരും തമിഴൊക്കെ അറിയാതെ വരും. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഒത്തിരി സന്തോഷമുണ്ട് സാർ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് എന്നോട് ഒന്നും പറയാൻ പറ്റില്ല, കാരണം എനിക്കത് ഓസ്കാർ കിട്ടിയല്ല. അപ്പോൾ അതുപോലെ ഏറ്റവും വലിയ സന്തോഷം ഇതിൻ്റെ വരനെ ആവശ്യമുള്ള സിനിമ, അതിൻ്റെ ആ സിനിമയിലൂടെ എനിക്ക് അവാർഡ് കിട്ടിയത്. അപ്പോൾ ആ അവാർഡിന് കാരണക്കാരനായ അനൂപ് സത്യനും അവാർഡുണ്ട്, ബെസ്റ്റ് ഡെബ്യൂ ഡയറക്ടർ, റൈറ്റർ കം ഡയറക്ടറാണ്. ശോഭന മാമ ഉണ്ട് ആ പടത്തിൽ. ആ പടത്തിൽ സുരേഷ് ഏട്ടനെ ഞാൻ ഓർക്കുന്നു. അതുപോലെ എൻ്റെ പ്രൊഡ്യൂസർ ദുൽഖർ സൽമാനെ ഞാൻ ഓർക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് സിനിമയിൽ ഞാൻ ശിക്കാരിച്ചം പോലെയോടെ തുടങ്ങിയില്ലെങ്കിലും എനിക്ക് നല്ലൊരു ബ്രേക്ക് തന്നെ എൻ്റെ പ്രിയപ്പെട്ട രഞ്ജിയേട്ടനും ഉണ്ട് അവാർഡ്, രഞ്ജിത്തേട്ടനും. അദ്ദേഹം ഉണ്ട് ഇവിടെ. അപ്പോൾ അദ്ദേഹത്തെ എല്ലാം ഞാൻ ഓർക്കുന്നു. പിന്നെ ആദ്യം ഞാൻ ക്ലാപ്പ് അടിച്ച എൻ്റെ പ്രിയപ്പെട്ട ജയറാമേട്ടനുണ്ട് ഇവിടെ. ഞാൻ ചാഞ്ചാട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ആദ്യം ക്ലാപ്പ് അടിക്കുന്ന ജയറാമേട്ടൻ. ഇത്രയും സംസാരിക്കാൻ സ്പേസ് ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും മോനെ മലയാളത്തിൽ വർക്കായിക്കോളും. മലയാളത്തിൽ ഓക്കെയാ, വന്നോളൂ. ചേട്ടനൊരു ഓസ്കാർ കിട്ടട്ടെ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്, നന്നായിരിക്കട്ടെ. പുരിയില്ല പോലെ. താങ്ക് യു. അത് നിങ്ങളെ താങ്ക് യു ജോണി ആന്റണി. ദിലീപ് സാറിനെയും മമ്മൂട്ടി സാറിനെയൊക്കെ പോലെയുള്ള വലിയ സൂപ്പർ സ്റ്റാർസിനെ വെച്ചിട്ട് പടം സംവിധാനം ചെയ്ത ഒരാളാണ് ആ പോയതെന്ന് പറയോ? നിഷ്കളങ്കമായ ഒരു കുട്ടിയല്ലേ നമ്മളവിടെ കണ്ടത്.